നമസ്തേ, ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം. ഞാൻ ഗീതാച്ചി. ഇന്ന് ഞാൻ അശ്വതി നക്ഷത്രക്കാരുടെ 23 വയസ്സ് മുതൽ 29.5 വയസ്സ് വരെയുള്ള വ്യക്തികളുടെ ദോഷഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇതൊരു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയ കാലഘട്ടമാണിത്. അതായത് ഇപ്പോൾ നേരത്തെ തന്നെ ഇവർക്ക് സമയം വളരെ മോശമായിരുന്നു. അതിൻ്റെ ആയിട്ടുള്ള ദുരിതങ്ങളും വിഷമതകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നു. അതിൻ്റെ കൂടെ ഇപ്പോൾ മാർച്ച് മാസം 29-ന് ഏഴര ശനി ഏറ്റതോടുകൂടി ഇവരുടെ ദുരിത ഫലങ്ങൾ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെയധികം ജാഗ്രതയോട് കൂടി വേണം ഓരോ നിമിഷം മുന്നോട്ട് പോകാൻ. ഏത് കാര്യത്തിനും വളരെ ശ്രദ്ധ വേണം. വളരെ ദുരിതപൂർണമായ അവസ്ഥയാണ് ഇവർ നേരിടുന്നതെന്ന് പറഞ്ഞത്. കലഹം, പരസ്പര വിരോധം, പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന കുടുംബാംഗങ്ങളിൽ നിന്നും സർക്കാരിൽ നിന്നും ഉണ്ടാകുന്ന വിരോധം, ഉറ്റ ബന്ധുക്കൾ പോലും വെറുക്കുന്ന ഒരു കാലഘട്ടമാണ്. കലശലായ തലവേദനയ്ക്കും രോഗാതി ദുരിതങ്ങൾക്കും ഡിപ്രഷൻ, ഉറക്കമില്ലായ്മ, അഗ്നിപീഡ, പരിഭ്രമം, അടക്കാൻ പറ്റാത്ത കോപം, ധനത്തിനും നാശം സംഭവിക്കുക, കൂടെയുള്ളവർ പോലും വെറുക്കുന്ന ഒരവസ്ഥ, വീട് വിട്ട് മാറി താമസിക്കേണ്ടി വരുന്നതായിട്ടുള്ള ഒരു അവസ്ഥ, ശത്രുദോഷം, ദുരിതപൂർണമായിട്ടുള്ള ഒരവസ്ഥാവിശേഷമാണ് ഇവർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണെന്ന് പറഞ്ഞല്ലോ. ഏതൊരു കാര്യം ഏറ്റെടുക്കുമ്പോഴും ആലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. ഏഴര ശനിയുടെ കാലമെന്ന് വെച്ചാൽ വളരെ കാഠിന്യം നിറഞ്ഞൊരു കാലമാണ്. ധനം കൈകാര്യം ചെയ്യുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി വേണം. അമ്മയോടോ മാതൃതുല്യരായിട്ടുള്ള വ്യക്തികളോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടാകാനിടയുണ്ട്. കുടുംബത്തെ ഉപേക്ഷിച്ച് പോകാൻ അല്ലെങ്കിൽ കുടുംബം വിട്ടു താമസിക്കാനിടയുണ്ടാകും. ജോലിയുള്ളവർക്ക് ജോലി നഷ്ടപ്പെടുകയോ അല്ലെ ജോലിയിൽ വളരെ ദുരിതപൂർണമായിട്ടുള്ള വിഷമതകൾ ഉണ്ടാകാനിട വന്നേക്കാം. വഞ്ചിതരാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ജാഗ്രത വേണം. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കഴിവതും നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക. എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കാതെ ഇരിക്കുക. മാതൃതുല്യരായ വ്യക്തികളിൽ നിന്ന് വാദപ്രതിവാദത്തിൽ നിന്നും കഴിവതും ഒഴിഞ്ഞു മാറി നിൽക്കുക. കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാതിരിക്കുക. ഇടനില നിൽക്കാതിരിക്കുക. ജോലിയിൽ വളരെ ശ്രദ്ധ വേണം. ആരെയും കൂടുതൽ വിശ്വസിക്കാതിരിക്കുക. മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഈശ്വരനാമം, പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമുക്ക് വളരെ ഊർജം നൽകുന്നതാണ്. ഏതൊരു വിഷയത്തെയും ഭയക്കുക എന്നത് ആ വിഷയത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. അത് കൂടുതൽ അറിയാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം മോശമാണെന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ കരുതലുണ്ടാകുകയും വേണം. ഏഴര ശനി എന്നത് 7.5 വർഷക്കാലത്തേക്കാണുള്ളത്. 23.5 വയസ്സ് മുതൽ 29 വയസ്സ് വരെ ഉള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ആദ്യത്തെ ദശാകാലം കൂടിയായതുകൊണ്ട് വളരെയധികം മോശമായ ഒരു കാലഘട്ടം കൂടിയാണെന്ന് ഉള്ള കാര്യം എപ്പോഴും ഉത്തമമായ ബോധ്യത്തോടു കൂടി വേണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഈ കാലഘട്ടത്തിൽ ആർക്കും വാഗ്ദാനം കൊടുക്കാൻ പോകുകയോ ആരുടെയും വാഗ്ദാനം സ്വീകരിക്കുകയോ ചെയ്യരുത്. തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കഴിവതും പരിഗണിച്ച് അതിൽ തന്നെ പോകാൻ നോക്കുക. അല്ലെങ്കിൽ ജോലി വരെ നഷ്ടപ്പെട്ടു പോകാൻ ഇടവന്നേക്കാം. മാനസികമായിട്ട് നമ്മൾ തന്നെ വേണം നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത്. കാരണം നമുക്ക് സമയം വളരെ മോശമായതുകൊണ്ട് മറ്റുള്ളവരെല്ലാവരിൽ നിന്നും നമുക്ക് വളരെ ദുരിതമായിട്ടുള്ള അനുഭവങ്ങൾ കിട്ടാനാണ് യോഗമുള്ളത്. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുക. ഇപ്പോൾ 23.5 വയസ്സ് മുതൽ 29.5 വയസ്സ് വരെയുള്ളവരുടെ അശ്വതി നക്ഷത്രക്കാരുടെ ഫലമാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് പൂർണ്ണമായിട്ടും സ്വീകരിക്കുകയും പൂർണ്ണമായിട്ടും കേൾക്കുകയും മനസ്സ് നിങ്ങൾക്കിപ്പോൾ സമയം മോശമാണെന്നുള്ള കാര്യം വ്യക്തമായി ഉൾക്കൊണ്ടിട്ട് ഓരോ നിമിഷവും ഇതനുസരിച്ച് ശ്രദ്ധയോട് മുന്നോട്ട് പോവുക. ദൈവാനുഗ്രഹിക്കും.